നാട് കത്തിയെരിയുമ്പോഴും അഫ്ഗാൻ ജനതയ്ക്ക് ആശ്വാസമേകിയിരുന്നത് അവരുടെ ക്രിക്കറ്റ് ടീമിന്റെ പ്രകടനങ്ങൾ ആയിരുന്നു. ഒറ്റപ്പെട്ട ജയങ്ങൾ ക്രിക്കറ്റ് ലോകം ഇടയ്ക്കിടെ കണ്ടിരുന്നതും ഇവരുടെ തന്നെ. പണ്ട് സിംബാബ്വേയും ബംഗ്ലാദേശും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ആ നിലയിൽ എത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാൻ ജയിക്കുമ്പോൾ ഇപ്പോഴും അട്ടിമറി എന്ന് എഴുതി കാണിക്കുന്നവർ സമീപകാലത്തെ അവരുടെ പ്രകടനങ്ങൾ കണ്ടിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അവരുടെ വളർച്ചയെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറാവാത്തവരാണവർ. കഴിഞ്ഞ 3-4 വർഷമായി ഏതൊരു ടീമിനും ഭീഷണിയായി മാറാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ക്രിക്കറ്റിനെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യം, എന്തിനും ഏതിനും തയ്യാറായി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന അവരുടെ ചുണക്കുട്ടികൾ. കഴിഞ്ഞ വേൾഡ് കപ്പുകളിലും ഓസീസിനെതിരെയും ഇന്ത്യക്കെതിരെയും വിജയത്തിനടുത്തുവരെ അവരെത്തിയിരുന്നു. എന്നാൽ പരിചയ സമ്പന്നതയുടെ കുറവിൽ അവസാന നിമിഷം ആ മാച്ചുകൾ അടിയറ വെക്കേണ്ടി വന്നവരാണവർ. ഓസീസിന്റെ മാക്സ്വെല്ലും ഇന്ത്യയുടെ മുഹമ്മദ് ഷമിയും അന്ന് അവരിൽ നിന്ന് വിജയം തട്ടിയെടുക്കുകയായിരുന്നു. എന്നാൽ IPL നിന്ന് പരിചയ സമ്പന്നത നേടിയ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു ചേർന്നപ്പോൾ വീണ്ടും ഒരു അഫ്ഗാൻ വീരഗാഥ ഈ വേൾഡ് കപ്പിലും അരങ്ങേറുകയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ കിവികളുടെ ചിറകരിഞ്ഞപ്പോൾ അതൊരു സൂചനയായി മനസ്സിലാക്കാത്തവർ ഓസീസിനെതിരെ അവർ വിജയം നേടുമ്പോൾ ഞെട്ടിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ കിവീസിനെതിരെ അവരുടെ വിജയം 84 റൺസിനായിരുന്നു. അഫ്ഗാൻ 159 റൺസ് സ്കോർ ചെയ്ത മത്സരത്തിൽ കിവികളെ എറിഞ്ഞു വീഴ്ത്തിയത് വെറും 75 റൺസ്. കഴിഞ്ഞ കുറച്ചു വർഷമായി ഫീൽഡിൽ കാണിക്കുന്ന അവരുടെ പോരാട്ട വീര്യവും എനർജിയും മറ്റു ടീമുകൾക്ക് മാതൃകയാവുന്നതാണ്. പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയ ഏഷ്യൻ ടീമുകൾ പിന്നോട്ട് പോകുമ്പോഴാണ് അഫ്ഗാൻ ഉയരങ്ങളിലേക്ക് പറക്കുന്നത്. ഇതൊരു അട്ടിമറി വിജയമല്ല. മുൻപ് റഷീദ് ഖാൻ മാത്രമായിരുന്നു അഫ്ഗാൻ നിരയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് നവീൻ ഉൽ ഹക്കും മുഹമ്മദ് നബിയും ഒക്കെ പ്രകടനത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. ഓസീസിനെ വീഴ്ത്തിയതിൽ തീരാതെ ബംഗ്ലാദേശിനെയും വീഴ്ത്തി സെമി വരെ എത്തിയ അഫ്ഗാൻ വീര്യത്തിന് പക്ഷേ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ കാലിടറി. എതിർക്കാൻ വരുന്നവർ വലിയവരാണെന്നോ ചെറിയവരാണെന്നോ വ്യത്യാസമില്ലാതെ ജയിക്കാനായി ഇറങ്ങിയ അഫ്ഗാന് മുന്നിൽ ദൗർഭാഗ്യം കൈമുതലായുള്ള ബ്രോട്ടീസ് പക്ഷേ അവരുടെ പരിചയ സമ്പത്ത് മുതലാക്കി പിടിച്ചു കയറി. ഇവിടെ ഒരു പരാജയമുണ്ടെങ്കിൽ പോലും അവരുടെ പോരാട്ടം അനുദിനം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനിയൊരു ടീമും ചെറു ടീമിനെ നേരിടുന്ന ലാഘവത്തോടെ അഫ്ഗാനെ കാണില്ല എന്നതും ഈ വേൾഡ് കപ്പിലെ അവരുടെ നേട്ടം തന്നെയാണ്.